അമേരിക്ക ഉയർത്തുന്ന വൻ സമ്മർദ്ദത്തിന് മുന്നിൽ തല കുനിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ ആണവ പദ്ധതിയുടെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെയാണ് പെസഷ്കിയാന്റെ പ്രതികരണവും പുറത്തുവരുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇറാൻ ഉറച്ചു നിൽക്കും. ഇറാനെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വിലപ്പോകില്ല. ബാഹ്യ സമ്മർദ്ദങ്ങളെ നേരിടാനും അദ്ദേഹം ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇത് അമേരിക്കയുമായുള്ള ചർച്ചയിൽ പെടില്ലെന്ന് തന്നെയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. തങ്ങളുടെ ആണവ സംവിധാനം ബോംബുകൾ കൊണ്ട് തകർക്കാനാകില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഇറാനെതിരെ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം എത്തിയിരുന്നു. അർത്ഥവത്തായ ആണവ കരാറിലെത്താൻ ഇറാൻ തയ്യാറാകേണ്ടത് അനിവാര്യമാണെന്നും അല്ലാത്ത പക്ഷം ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും കൃത്യമായ കരാറിലെത്തുക എന്നത് എളുപ്പമല്ല. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായാൽ മധ്യപൂർവേഷ്യയിൽ സമാധാനം സാധ്യമാക്കില്ല. ഇത് വളരെ ലളിതമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ വഴി ഇറാന്റെ ചില ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇത് ഇറാനെ ചർച്ചയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇറാനെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഇസ്രയേലും ട്രംപിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു. ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയ നെതന്യാഹു യുഎസിന്റെ ഏത് സൈനിക നീക്കത്തിനും പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിൽ ഖത്തറിലെയും ബഹ്റൈനിലെയും താവളങ്ങളിൽ നിന്ന് സൈനികരെ അമേരിക്ക അതിവേഗം ഒഴിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഖത്തറിലെ അൽ ഉദൈദ താവളത്തിൽ നിന്നും ബഹ്റൈനിലെ നാവിക താവളത്തിൽ നിന്നും നൂറുകണക്കിന് സൈനികരെ ഒഴിപ്പിക്കുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനെതിരെയുള്ള സൈനിക നീക്ക ആശങ്ക ശക്തമാകുന്നതിനിടെയാണ് ഈ നീക്കവും. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലേക്കായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അതിവേഗം സൈനികരെ ഒഴിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നത് എന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ, സിറിയ, ഇറാഖ് താവളങ്ങളിൽ സേനകൾ തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ അമേരിക്കയുമായി നടന്ന ചർച്ചയുടെ പുരോഗതി ഇറാൻ ഇന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവിയുമായി പങ്കുവച്ചിരുന്നു. അമേരിക്ക ഇറാൻ സംഘർഷ ആശങ്കകൾക്കിടെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി കുവൈറ്റും രംഗത്തെത്തി. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അഹമ്മദ് സബായുടെ അധ്യക്ഷതയിൽ സുപ്രീം ഡിഫൻസ് കൗൺസിൽ യോഗം ചേർന്നു. അമേരിക്ക ഇറാൻ വിഷയവും ഇതിനോട് ചേർന്ന മേഖലയിലെ പ്രധാന സംഭവ വികാസങ്ങളും സാധ്യതകളും യോഗം ചർച്ച ചെയ്തു. പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ നേരിടാൻ ഓരോ വകുപ്പുകളും സജ്ജമാണോ എന്നത് പരിശോധിച്ചു. പരസ്പരമുള്ള ഏകോപനം ശക്തമാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം സൈറൺ സംവിധാനം ട്രയൽ കുവൈറ്റ് നടത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായിരുന്നു ഇത്. മിഡിൽ ഈസ്റ്റ് മേഖല ഒരു സംഘർഷ സാഹചര്യം മുന്നിൽ കണ്ട് ഒരുങ്ങുകയാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.